എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നീറ്റ് പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. നീറ്റ് UG പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉടൻ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ജൂൺ 21-നാണ് നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ ജൂൺ 14 തന്നെ ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഹാൾ ടിക്കറ്റ് NEET.NTA.NIC.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രം ഏതെന്ന വിവരവും അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കും. ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയെയും പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹാൾ ടിക്കറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്ന് NTA അറിയിച്ചിരിക്കുകയാണ്. അയോഗ്യത ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം രാവിലെ 11-ന് ആരംഭിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 1:30 ശേഷം ഒരു വിദ്യാർത്ഥിയെയും പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല. 1:45-ന് ഇൻവിജിലേറ്റർമാർ ബുക്കിലെറ്റുകൾ വിതരണം ചെയ്യുന്നതാണ്. സാധുവായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഇല്ലാത്തവരെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്തുവാൻ ഉപയോഗിക്കാനിടയുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടതോ ആയിട്ടുള്ള യാതൊരുവിധ സാധനങ്ങളും പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല. പരീക്ഷാ കേന്ദ്രത്തിലോ പരിസരത്തോ പുകവലിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. വാട്ടർ ബോട്ടിലുകൾ, ചായ, കോഫി, തണുത്ത പാനീയങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ പരീക്ഷാ കേന്ദ്രത്തിനുള്ളിൽ അനുവദിക്കുന്നതല്ല. പരീക്ഷാ ദിവസം കരുതേണ്ട രേഖകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. NTA വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, അപേക്ഷാ ഫോം നൽകിയ അതേ ഫോട്ടോ ആയിരിക്കണം, അംഗീകൃത സർക്കാർ തിരിച്ചറിയൽ രേഖ, അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ ശാരീരിക പരിമിതികൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PWDയുടെ സർട്ടിഫിക്കറ്റ് കരുതേണ്ടതാണ്. പരീക്ഷയിൽ വരുത്തിയ മാറ്റങ്ങൾ ജൂൺ 13-ന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയതായിട്ട് NTA അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ പരീക്ഷാ സമയം 195 മിനിറ്റ് ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ റഫ് വർക്കുകൾ ചെയ്യുവാനായിട്ട് മുൻപ് നൽകിയിരുന്ന 2 പേജുകൾക്ക് പകരം ഇനി 4 പേജുകൾ നൽകുമെന്നും ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ടും വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.